ഹലോ. ഇന്നത്തെ പിള്ളേരൊക്കെ ചപ്പാത്തിയും സാമ്പാറൊക്കെ ആയിരുന്നു കേട്ടോ കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിച്ച് പിള്ളേരൊക്കെ പോയി. അപ്പോൾ അതിന് ശേഷം മീൻകാരൻ ചേട്ടൻ വന്നപ്പോൾ മീനൊക്കെ വാങ്ങിക്കാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ മീൻകാരൻ ചേട്ടനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു മീൻ ഇന്ന് എന്താന്ന്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളടുവാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ ചോദിച്ചു ഏതാ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട് വെള്ളട് മതി, അയില വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും അയില 2-3 ഇട്ടുണ്ടായിരുന്നു കേട്ടോ കഴിച്ചത്. അപ്പോൾ അതൊക്കെ അമ്മ വാങ്ങിച്ചിട്ട് വരിക. അമ്മ അതൊക്കെ വാങ്ങിച്ച ശേഷം നമ്മുടെ വീട്ടിലും ഒരു മുളകൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുമത്തെ മുളക് മൂത്തുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അമ്മ പൊട്ടിക്കുക. മീൻ കറിയിലേക്ക് മുളക് ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. എനിക്ക് നല്ല തൊണ്ടവേദന ഉണ്ട് കേട്ടോ ഗൈസ്. ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തൊക്കെ നല്ല തൊണ്ടവേദന ഉണ്ട്. അതുകൊണ്ട് സൗണ്ടിന് അതുകൊണ്ടൊരു കിച്ച് കിച്ച് ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ മീൻ കറിയിലേക്കുള്ള തേങ്ങയൊക്കെ സെറ്റാക്കാം കേട്ടോ. തേങ്ങ എന്ന് പറഞ്ഞാൽ ഞാൻ തേങ്ങ ചെരുകാറില്ല. തേങ്ങ ഞാനിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് എടുക്കുക ചെയ്യുക. എനിക്ക് ചെരുകണത് ഇഷ്ടമല്ല ഗൈസ്, മടിയാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെത്തി എടുത്തിട്ട് ഒരു 2 സെക്കൻഡ് വേണേ, എനിക്ക് നല്ല എളുപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല കേട്ടോ. അത് ഇതുപോലെ ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഇതൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്യുക ആദ്യം. എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കണം. നമുക്ക് തേങ്ങ പാലല്ല നമ്മൾ കറി വയ്ക്കുക. തൃശ്ശൂർ മീൻ കറി വയ്ക്കുക തേങ്ങ പാലിലാണ് കേട്ടോ. അപ്പം പാലല്ല എടുക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനത്തെ മീനൊക്കെ ഇതാണ് കേട്ടോ. വെള്ളടും കുറച്ച് അയിലുണ്ട്, അത് അയില നാസറായിട്ട് ഇടണതാട്ടോ. പിന്നെ ഇത് ഇന്നലത്തെ കറികളൊക്കെ ബാക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. ഉപ്പേരി ഐറ്റംസ് ഒന്നും വയ്ക്കണ്ട. പിന്നെ തുണി കുറച്ച് ഇടാണ്ടായിരുന്നു. അപ്പോൾ തുണിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് തുണി കുറച്ചധികം ഉണ്ട്. കാരണം ഇന്നലെ ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഉണ്ട്. വാഷിംഗ് മെഷീന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നാക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നാക്കി പോയി. അപ്പോൾ ക്ലിയർ ആയി ഇപ്പോൾ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ട് ഞാനതൊക്കെ മുകളിൽ കൊണ്ടുപോയി ഇടാനുള്ള പരിപാടി കേട്ടോ. മുകളിൽ അങ്ങോട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ മഴയിനും വെയിലിനൊന്നും ഇതാക്കണ്ടല്ലോ. നമ്മുടെ പുറത്തിട്ട് കഴിഞ്ഞാൽ മഴ വന്ന് കഴിഞ്ഞാൽ അപ്പെടുത്തേക്കണം, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ ഞാൻ മുകളിൽ തുണികൾ കുറച്ച് എടുക്കാണ്ടായിരുന്നു കേട്ടോ. 2 ദിവസമായിട്ട് തുണി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഒരു ലോഡ് തുണി ഉണ്ട് കേട്ടോ. കാരണം 2 ദിവസമായിട്ട് ഈ കുട്ടികളുടെയും എല്ലാവരുടെയും ആകുമ്പോൾ കുറേ തുണി ഉണ്ടാവും. 2 ദിവസമായിട്ട് എടുത്തില്ലെങ്കിൽ തന്നെ. അങ്ങനെ 2 ദിവസം മുമ്പ് ചെറുതായിട്ട് മഴയൊക്കെയുള്ള കാരണം അങ്ങനെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ അവിടെ ഇട്ടത്. അങ്ങനെ എല്ലാ തുണികളും ഞാൻ എടുക്കാം കേട്ടോ. പിള്ളേഴ്സിൻ്റെ സുഖമായിരുന്നു ഗൈസ്. പിള്ളേഴ്സും വായു നമുക്കൊരു ഗെയിം പോലെ എന്ന് പറഞ്ഞിട്ട് മുകളിൽ പോയിട്ട് ഇതൊക്കെ ഞാൻ ജയിക്കും. ഞങ്ങൾ എല്ലാവരും കൂടി ആകുമ്പോൾ നല്ല രസമായിട്ട് ഇത് ബോറടിക്കുക ഗൈസ് ഒറ്റയ്ക്കാകുമ്പോൾ. അങ്ങനെ ഞാൻ തുണിയോട് ഇങ്ങനെ കുറച്ചധികം ഉണ്ടെങ്കിൽ മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇടണിട്ട് ചെയ്യുക. അങ്ങനെ 2-3 ട്രിപ്പായിട്ട് താഴത്തേക്ക് ഇടും. അതിന് ശേഷം ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതിന് ശേഷം ഞാൻ താഴെ ഇറങ്ങുമ്പോൾ അതെടുത്തിട്ട് സോഫയമൊക്കെ വെച്ചിട്ട് അവിടെ വെച്ച് മടക്കി വയ്ക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ അതൊക്കെ എടുത്തിട്ട് ശേഷം നമ്മുടെ തുണിയൊക്കെ തോരയിടാനുള്ളത് ഇടും. കുറച്ച് അധികമുള്ള കാരണം ഒരു മടിയാണ് ഗൈസ്. കാരണം കുറച്ചധികം ഉണ്ട്. ഈ കുറച്ചാണെങ്കിൽ നമുക്ക് വേഗം ഇട്ടിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ മുകളിൽ നിൽക്കുമ്പോൾ ഒരു ബോറടിയാണ്. പിള്ളേഴ്സൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒറ്റയ്ക്കാകുമ്പോൾ ഒരു സുഖമില്ല. അങ്ങനെ ഞാനതൊക്കെ ഇട്ടു കേട്ടോ ഗൈസ്. അതിന് ശേഷം ഞങ്ങളുടെ മുകളിലത്തെ ഒരു വ്യൂ ആണ് ഇട്ടത്. ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല രസമല്ലേ ഗൈസ്, നല്ല ഭംഗിയിൽ. അത് ഞങ്ങളുടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ സൈഡ് ലെഫ്റ്റ് ഭാഗമാണ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ ഭാഗവും ഒക്കെ നല്ല രസമാട്ടോ. തൊട്ടപ്പുറത്ത് തന്നെ ഒരു വീട് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വലിയ വീട് പണിയുണ്ട് കേട്ടോ ഞങ്ങളുടെ തൊട്ട് റൈറ്റ് ഭാഗത്തായിട്ട്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അവിടെ. അത് പ്രത്യേക തരത്തിലെ വീട് പണിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ കൊട്ടയൊക്കെ കാലിയായതിൻ്റെ സന്തോഷത്തിൽ ഞാൻ താഴത്തേക്ക് ഇറങ്ങണം കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ അത് ആ മീനൊക്കെ കഴുകി വൃത്തിയാക്കുകയാണ്. ഞങ്ങൾ സൊറക്കൊക്കെ ഇട്ടിട്ടുണ്ട് മീൻ കഴുകുക. എന്നാലും ഒരു തൃപ്തിയുള്ള പിള്ളേഴ്സിനൊക്കെ കൊടുക്കണതല്ലേ. അങ്ങനെ ഞാൻ അമ്മ പറഞ്ഞ് ഇരുമ്പാമ്പുളി ഇട്ട് വെക്കുക, ഇരുമ്പാമ്പുളി പൊട്ടിച്ചിട്ട് വായൂ എന്ന് പറഞ്ഞു. അപ്പം ശരി ഇരുമ്പാമ്പുളി പൊട്ടിക്കാം എന്ന് പറഞ്ഞ് പോയപ്പോൾ ഒരു കള്ളൻ അവിടെ നിൽക്കണ്. എൻ്റെ മോനെ മാന്തിയ പൂച്ച ഇതല്ല കേട്ടോ ഗൈസ്, ഇതൊരു പാമ്പൂച്ചകളാണ്. ഇതൊക്കെ സ്ഥിരം ഞങ്ങളോടെ ഈ ഭാഗത്തൊക്കെ ഉള്ളതാണ്. അപ്പം ഞങ്ങൾ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ തലയും സംഭവങ്ങളൊക്കെ ഈ പൂച്ചകൾക്കൊക്കെ ഉള്ളതാണ്. പക്ഷേ അന്ന് അമലുട്ടനെ മാന്തിയ പൂച്ച ഏതാണെന്ന് ഞങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടിയില്ല. ഒരു പച്ച പൂച്ച, ബെൽറ്റിട്ട പൂച്ചയായിരുന്നു, മഞ്ഞ ബെൽറ്റിട്ട പൂച്ച. അതായിരുന്നു കേട്ടോ അമലുട്ടനെ മാന്തിയത്. അങ്ങനെ ഞാനതൊക്കെ പൊട്ടിക്കുന്നിട്ടാ. നല്ല കറക്റ്റ് പരുവത്തിലുള്ള ഇരുമ്പാമ്പുളിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഈ ടൈപ്പിൽ ഇരുമ്പാമ്പുളി ഇട്ടാൽ. ഇത് ഇത്തിരി കൂടി വലുതായി അമ്പളങ്ങ പോയ ഒരു രസമല്ല കേട്ടോ. അപ്പം ചെന്ന ഉടനെ തന്നെ അമ്മ എനിക്ക് പറഞ്ഞു വേഗം മരിഞ്ഞ് തരൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനത് വേഗം ആ നേരം കൊണ്ട് അമ്മ പറയുന്നുണ്ട് സാധനങ്ങളൊക്കെ ഓണത്തിൻ്റെ ഒക്കെ കഴിഞ്ഞു, അത് വാങ്ങിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം ലാസ്റ്റത്തെ മുളകും പൊടിയൊക്കെ ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ മുളകും പൊടി വാങ്ങിച്ചോളോ, അങ്ങനെയൊക്കെ മുളകും പൊടി വാങ്ങിച്ച് നമ്മൾ ഒന്നെങ്കിൽ മുളക് വാങ്ങിച്ച് പൊടിച്ച് വയ്ക്കും, അല്ലെങ്കിൽ മുളക് പൊടിയായിട്ട് മില്ലിൽ നിന്ന് വാങ്ങിച്ച് വയ്ക്കും. അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നൊക്കെ അമ്മ അവിടെ നിന്ന് പറയാം. അപ്പോൾ അതിനൊക്കെ ഞാൻ മറുപടി പറയാം. അങ്ങനെ അരിഞ്ഞരിഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ മുളകും പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, കല്ലുപ്പ് ഇതൊക്കെ ഇട്ടിട്ട് മീൻ കറിയിലേക്കുള്ള ഐറ്റംസാണ് കേട്ടോ ഞാൻ പറയണത്. മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. മുളകും പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ,
2 ടീസ്പൂണില്ല, മുളകും പൊടി 2 ടീസ്പൂൺ, കറക്റ്റ് പറയാം ഗൈസ്. മുളകും പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, തക്കാളി അര, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പച്ചമുളക്, ഇതൊക്കെ അതിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചാൽ, അതായത് ഞാൻ അരിഞ്ഞു വെച്ചാൽ ഇരുമ്പാമ്പുളി നമുക്ക് അതിലേക്ക് ഇടുക. ഇതുപോലെ ഈ ഒരു ഇതിലുണ്ട് അരിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി അതിലിടുക. എന്നിട്ട് അതിനുള്ളിൽ കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അത് നമ്മൾ നന്നായി തിരുമ്പുകയാണ് ഗൈസ്. അങ്ങനെ തിരുമ്പി വയ്ക്കുക. ഞാൻ പറഞ്ഞ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട ശേഷം നന്നായി തിരുമ്പുക. തൃശ്ശൂർ പാലൊഴിച്ച മീൻകറി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല, ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക, സൂപ്പറായിരിക്കും. ഞങ്ങളുടെ അവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. ഇത് പുറത്ത് ആരെങ്കിലും കണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോ, പിന്നെ ഇതുപോലെ ഉണ്ടാക്കുമോ, അത്ര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അടുപ്പത്തേക്കൊക്കെ വെച്ച് ചെറിയൊരു തള വന്നപ്പോൾ പെരുംജീരകം ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. പെരുംജീരകത്തിൻ്റെ പൊടി അതൊരു 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതേ തിളയ്ക്കാൻ വേണ്ടി അനുവദിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ വറക്കാനുള്ള മീനിലേക്ക് കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും പിന്നെ കുറച്ച് മുളകും പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ തിരുമ്പി ഇങ്ങനെ വെക്കുക. അങ്ങനെ അപ്പയ്ക്ക് ഫ്രഷ് ആയിട്ട് തന്നെ വറക്കാം. വേണ്ടവർക്ക് കുറച്ച് നേരം ഫ്രീസറിലേക്കൊക്കെ വേണമെങ്കിൽ വെക്കാം കേട്ടോ, ഒന്നുകൂടി ഒന്ന് അതിലേക്ക് പിടിക്കും. അങ്ങനെ അതൊക്കെ നമ്മളിങ്ങനെ തിരുമ്പി പിഴിഞ്ഞ് കൂട്ടി ഇങ്ങനെ വെക്കുക. തിരുമ്പിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ വാണ്ട് വെച്ചിട്ടുള്ള അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മളുടെ ഈ ഇതില്ലേ മിക്സ് ചെല്ലിട്ട് നമ്മൾ വറുത്ത് കഴിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞങ്ങളിത് അപ്പം തന്നെ വറക്കുകയാണ് ചെയ്യുക കേട്ടോ. നമ്മളിപ്പോൾ ഡെയിലി നമുക്ക് തന്നെ കഴിക്കാനുള്ളതല്ലേ. അങ്ങനെ ഒരു കിളിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. ഞാൻ പുറത്ത് വരുന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അങ്ങനെ ദേ മീൻകറിയൊക്കെ ദേ അവിടെ തിളച്ച് വരുന്നുണ്ട്. ആ നേരം കൊണ്ട് ഞാൻ കുറച്ച് തുണി നമ്മൾ കുറച്ചധികം തുണി നമ്മൾ പുറത്തേക്ക് ഇട്ടുണ്ടായിരുന്നില്ലേ, ആ തുണിയൊക്കെ മടക്കാൻ വേണ്ടിയിട്ട് ഞാൻ സോഫാമിക്ക് ഇട്ടിട്ട് വിഷമത്തോട് കൂടി ഒന്ന് മടക്കുന്നുണ്ട് ഗൈസ്. ഇത് എപ്പം തീരും എന്നുള്ളൊരു ഇത് എനിക്കുണ്ട്. പക്ഷേ ഇത് തീർത്തത് ഞാൻ ഉച്ച തിരുമ്പോഴുണ്ട് കേട്ടോ. കാരണം ഇത് ഞാൻ മടക്കും, കുറച്ചെടുക്കും, മടക്കും, കൊണ്ടയ്ക്കും, കുറച്ച് മടക്കും. അപ്പോഴേക്കും വേറെ എന്തെങ്കിലും ജോലി ഉണ്ടാവും, അപ്പോൾ അതിന് പോവും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ അമ്മോട് പറയും കുറച്ച് അമ്മ മടക്കും അമ്മ എന്ന് പറഞ്ഞിട്ട് അമ്മേനെ എടുത്തും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ സെക്ഷനുകളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയേക്കേട്ടാ. ഈ കുട്ടി ഡ്രസ്സായ കാരണേ, അതുകൊണ്ട് പിള്ളേഴ്സിൻ്റെ ഡ്രസ്സായ കാരണം അതിങ്ങനെ മടക്കി ഇപ്പം ഇതൊക്കെ മടക്കി ഞാൻ കഷ്ടപ്പെട്ട് ഇതൊക്കെ മടക്കി ഞാൻ കൊണ്ടുവച്ച് കഴിഞ്ഞ് ഇത് ശരിയായിട്ടിരിക്കുമോ? അതുമില്ല ഗൈസ്. ആരാധ്യയുടെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ആരാധ്യക്ക് കിട്ടിയില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ വലിച്ചിടും. അങ്ങനെ ദേ മീനൊക്കെ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വേപ്പിൻ്റെ ഇല, വെളിച്ചെണ്ണയും വേപ്പിൻ്റെ ഇല ആദ്യം ഒഴിച്ചിട്ട് ഇടും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ മീനൊക്കെ ഇടുക. അപ്പോൾ നല്ല വേപ്പിൻ്റെ ഇലയുടെ ആ ഫ്ലേവർ ഇറങ്ങുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ മീൻ കൂട്ടാനിലേക്ക്. അത് മീൻ കറിയിലേക്കായാലും മീൻ കൂട്ടാനിലേക്കായാലും നമ്മൾ ഫ്രഷ് വേപ്പിൻ്റെ ഇല ഉപയോഗിച്ച് നല്ല ടേസ്റ്റ് ആട്ടോ. ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് ഇവിടെ വേപ്പിൻ്റെ ഇല കൊണ്ടുവരിക. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊടുന്ന സമയത്ത് വേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ മാത്രമേ ഇടുള്ളൂ, അല്ലെങ്കിൽ പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിച്ചിടൽ വളരെ കുറവാണ്. വല്ലപ്പോഴൊക്കെ അങ്ങനെ അത്രയും നിർബന്ധം ഉണ്ടെങ്കിൽ അങ്ങനെ പുറത്തുനിന്ന് വേപ്പിൻ്റെ ഇല വാങ്ങിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ചേച്ചി എന്തെങ്കിലും ഉണ്ണൂട്ടിനൊക്കെ വന്ന ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പറപ്പൂർ വീട്ടിൽ കൂടണ കാരണം ആ ടൈമിൽ കൊണ്ടുവരാൻ പറഞ്ഞാൽ ചേച്ചി അപ്പോൾ ആ സമയത്തും അങ്ങനെ കൊണ്ടുവരും. അങ്ങനെ ദേ ആ മീനൊക്കെ മീനിൻ്റെ നമ്മുടെ ആ ഗ്രേവിയൊക്കെ തിളച്ചൊരു ഈ ഒരു പരിവാകുമ്പോഴുണ്ട് നമ്മൾ മീനിടുക, അല്ലെങ്കിൽ മീനൊക്കെ ഇങ്ങനെ ഉടഞ്ഞ് തീരുമാനമാവും. അപ്പോൾ പിന്നെ മുള്ളു മാത്രം ഉണ്ടാവില്ലേ, അതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊന്ന് തിളച്ച് ഈ ടൈപ്പ് ആകുമ്പോഴാണ് മീൻ അതിലേക്ക് ഇടുക. അങ്ങനെ ദേ എല്ലാ മീൻ കൂട്ടന്മാരും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ് കേട്ടോ. അത് മീനിട്ടിട്ട് ഒരു കുറച്ച് നേരത്തെ വെള്ളമോ കുറച്ച് നേരം കൊണ്ട് തന്നെ മീൻ സെറ്റാവും. അങ്ങനെ ദേ മീനൊക്കെ ഇട്ട് അതൊക്കെ ഇളക്കി കൊടുത്ത് അതിൻ്റെ പരിപാടി കഴിഞ്ഞ് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുക. അപ്പോൾ വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞില്ലേ വെച്ച് ഞാൻ അമ്മ അവിടെ ഇതാക്കുമ്പോഴേക്കും ഞാൻ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ് ഗൈസ്. അത് ഞാനിത് രാവിലെയും ചെയ്തുകൊണ്ടിരിക്കണതിന് രാവിലത്തെ പിള്ളേർ പോണതിൻ്റെ ഉള്ളിലൊരു കസർത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ന് ചപ്പാത്തിയും സാമ്പാർ കൊടുത്തത്, സാമ്പാർ ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചപ്പാത്തിയൊക്കെയാണ് പിള്ളേഴ്സിന് കൊടുത്താച്ചതല്ല ചപ്പാത്തി കഴിക്കാൻ, അല്ല ചാലത്ത് കഴിച്ച് ചപ്പാത്തി മുട്ട പൊരിച്ചതാണ് അവർക്ക് കൊടുത്താച്ചത്. പിന്നെ അമലിന് കൊടുത്തതാണ് സാമ്പാറും ചപ്പാത്തി. അങ്ങനെ ഞങ്ങൾ സാമ്പാറും ചപ്പാത്തി കഴിച്ച് അങ്ങനെ ദേ കറിയും ഇതൊക്കെ സെറ്റായി. ഇതേ കറിയൊക്കെ ദേ ഇറക്കി വെച്ചു. മീനൊക്കെ ദേ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അമ്മ എന്നോട് ടേസ്റ്റ് നോക്കാനൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കുറച്ച് പപ്പടമൊക്കെ വറക്കണ്ടായിരുന്നു. അപ്പോൾ ആ പപ്പടവും ഒക്കെ ദേ വറക്കുന്നുണ്ട്. പപ്പടം വറക്കണ ഞാൻ ഫോണും പിടിച്ച് നിൽക്കുമ്പോൾ എൻ്റെ കൈമയ്ക്ക് കുറച്ച് തെറിച്ചു ഗൈസ്. എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊള്ളിയോന്നൊരു സംശയം ഉണ്ടായിരുന്നു, പക്ഷെ പുള്ളി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ ബാക്കിയുള്ള തുണികളും ദേ കുറേയൊക്കെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പം അമ്മ ഈ ബ്ലൗസ് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ ഈ ബ്ലൗസ് എന്ന് പറഞ്ഞിട്ട്, ഈ ബ്ലൗസ് എന്താ ഇടാത്തതെന്നൊക്കെ ചോദിക്കാറ്. ഇത് എന്താ ഇത്ര നാൾ ഇടാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഞാനിത് മുമ്പ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്.
ഇടുന്നതാണ് കേട്ടോ. ഒരു പ്രാവശ്യമേറ്റോ ഒരു സ്കൂളിൽ കളിക്കുമ്പോൾ ഇട്ടുണ്ടായിരുന്നു, പിന്നെ ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ ചോറിനാനൊക്കെ ടൈമായപ്പോൾ ഞങ്ങൾ ചോറിനാനൊക്കെ ഇരുന്നിട്ട് ഗൈസ്. ഇന്നത്തെ ഫ്രഷ് ആയിട്ടുള്ളത് മീൻ കറിയും മീൻ കൂട്ടാനുമാണ്, അല്ല മീൻ വറുത്തതുമാണ്. ബാക്കിയുള്ളതൊക്കെ ഇന്നലത്തെ പഴയതാണ് ഗൈസ്. ഇന്നലത്തെ എല്ലാം ബാക്കിയുണ്ടായിരുന്നു, ഇഞ്ചുംപുളി ഐറ്റംസൊക്കെ. അങ്ങനെ ദേ അപ്പോഴും തുണി തീരുമാനമായിട്ടില്ല കേട്ടാ. അത് കഴിഞ്ഞിട്ട് പ്രേക്ഷയുടെ എത്തിയിട്ട് പ്രേക്ഷടം വരുമ്പോൾ എന്തോ വാങ്ങിച്ചിട്ടുള്ള വരവാണ്. പിള്ളേഴ്സിന് സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കുള്ളതാക്കിയാവി. അപ്പോൾ ദേ പഴംപൊരി ഉണ്ടായിരുന്നു, അപ്പോൾ അത് അമ്മയ്ക്ക് കൊടുത്തു. അമ്മ പഴംപൊരിയൊക്കെ ദേ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്ക് ദേ അമലുട്ട ദേ പിറന്നാളിൻ്റെ ഡ്രസ്സ് ഇന്നാണ് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്ക്. അപ്പോൾ അതൊക്കെ ഇതായിട്ട് ദേ അമലുട്ട എത്തി. അമൽ വന്ന ഉടനെ ദേ ഇതിൻ്റെ ഉള്ളിൽ നോക്കുക കേട്ടോ അത്ര. അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം പോയി കുളിക്കുക. അപ്പോൾ കുളിക്കണില്ല, പെട്ടെന്ന് ട്യൂഷന് പോകാൻ നേരമായി. ഇന്ന് ട്യൂഷൻ പോയിട്ട് വന്നിട്ട് മാമൻ്റെ കൂടെ ഇറങ്ങാം, അപ്പം നോക്കാം, വന്നിട്ട് കുളിക്കാൻ എനിക്ക് നേരമില്ല, ടൈം തെറ്റിയിട്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അവൻ കഴിക്കാൻ എടുത്തപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പറഞ്ഞു കൈ കഴുകിടാന്ന് പറഞ്ഞു. അപ്പോൾ കൈ കഴുകാൻ പോകണതാണ് ഗൈസ് ഈ കാണുന്നത്. ഈ ഇതിൽ കൈ ഹാൻഡ് വാഷ് ഇട്ടിട്ട് ഒരു കയ്യിൽ ഹാൻഡ് വാഷ് ഇട്ട് കഴുകി അടുത്ത് കണ്ട ഗൈസ്. അത്രയും വിശക്കുന്നുണ്ട്, എനിക്ക് പോകാൻ ധൃതിയായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്ക് ഇതേ പ്രേക്ഷേട്ടനൊക്കെ എനിക്ക് വന്ന്, പ്രേക്ഷേട്ടന് പപ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ പപ്സൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ പ്രേക്ഷേട്ടനോട് ഞാൻ ചോദിക്കുകയാണ് ഈ പപ്സ് വാങ്ങിക്കുമ്പോൾ, അപ്പോൾ എനിക്കും കൂടി വാങ്ങിക്കാറുന്നില്ല, എനിക്ക് സാൻഡ്വിച്ചാണ് വാങ്ങിച്ചത്. പപ്സ് എനിക്ക് കഴിച്ച് കഴിഞ്ഞാൽ വയറിന് സെറ്റ് ആവാറില്ല, അതുകൊണ്ടാണ് കേട്ടോ പ്രേട്ടൻ വാങ്ങിക്കാറുണ്ട്. അവിടെ എനിക്ക് സാൻഡ്വിച്ചാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പോൾസൺ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് അവിടുത്തെ. അങ്ങനെ അതൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ദേ ഞങ്ങളുടെ കുട്ടമണികൾ ദേ വരുന്നിട്ട ഗൈസ്, ആരാധിക്കുട്ടനും ആദ്യം. അപ്പോൾ ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണത്. വേണോ ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഓടുന്നുണ്ട് ആരാധിക്കുട്ടനും ആദ്യം. അങ്ങനെ ദേ ഇതായി ഇങ്ങനെ അവർ അകത്തേക്കൊക്കെ കയറിയ സമയത്ത് അമ്മ ദേ ഞങ്ങൾക്ക്, ഞാൻ മുമ്പത്തേലൊക്കെ പറയാറില്ലേ ഞങ്ങൾ ഉച്ചതിരിഞ്ഞ് ചായ കുടിക്കാറില്ല, ചൂടുള്ള ലെമണിൽ ഉപ്പിട്ട് കഴിക്കുക. അപ്പം അത് അമ്മ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആരാധ്യനും ആദിക്കുട്ടനും ഒക്കെ കുളിച്ച് ദേ വന്ന് അവർക്കുള്ള സാൻഡ്വിച്ച് കൊടുത്തു. കുറേ കുളിക്കാണ്ട് ചോദിച്ചു, പോയി കുളിച്ചിട്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ട് അതേ അമൽമ അതുകൊണ്ട് ധൃതിയായതല്ലേ. അപ്പോൾ അവൻ വേഗം പോവാണിട്ട് ടാറ്റ എന്നിട്ട് അങ്ങനെ പോണതിൻ്റെ ഉള്ളിൽ അവൻ നടന്നിട്ട് ബസ്സിനാണ് പോകുന്നുണ്ട്. പക്ഷേ ബസ്സിന് അങ്ങോട്ട് കിടക്കുമ്പോഴേക്കും അവിടെ നായനെ കണ്ടു എന്നും പറഞ്ഞ് പേടിച്ചിട്ട് തിരിച്ചന്നെ പോകുന്നു വയസ്സ്. എന്നിട്ട് അച്ഛനോട് കൊണ്ടാക്കി തരാം, അച്ഛനോട് അങ്ങോട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി തരാൻ പറഞ്ഞിട്ട് ആളിങ്ങോട്ട് വന്ന് അങ്ങനെ അച്ഛൻ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി കൊടുക്കണ്ട. ഇത് അവിടെ പട്ടി അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ആ പട്ടീനെ പേടിച്ചിട്ടുണ്ട്, അത് കടിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഗൈസ്.